ആസൂത്രണ മികവുകൊണ്ട് ലോകത്തെ മികച്ച ചാരസംഘടന എന്നറിയപ്പെടുന്ന മൊസാദിനെയും ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെയും ബുദ്ധി കൊണ്ട് തോൽപ്പിക്കുന്ന സേനയാണ് ഹമാസ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം ഹമാസിൻ്റെ ആസൂത്രണ മികവിന് ഉദാഹരണമാണ്. പലസ്തീനെ നിരീക്ഷിക്കാൻ ഇസ്രായേൽ സ്ഥാപിച്ച വാച്ച് ടവറിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തുകയായിരുന്നു ഹമാസ്. ഈ ആക്രമണത്തിൽ 2 ഇസ്രായേൽ അധിനിവേശ സൈനികർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ നിലവിൽ വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണത്തിന് മറുപടിയായാണ് ഹമാസ് ആക്രമണം നടത്തിയത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിലാണ് 2 സൈനികർ കൊല്ലപ്പെട്ടത്. വടക്കൻ വെസ്റ്റ് ബാങ്കിലെ തുബസ് നഗരത്തിൽപ്പെട്ട തയാസിറിലെ സൈനിക ക്യാമ്പിന് നേരെയാണ് ഹമാസ് ആക്രമണം നടത്തിയത്. 39ഉം 40ഉം വയസ്സുള്ള 2 സൈനികരാണ് കൊല്ലപ്പെട്ടതെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ ആക്രമണം നടത്തി വരികയായിരുന്നു. നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനിടെയാണ് അധിനിവേശ സൈന്യം തിരിച്ചടി നേരിടുന്നത്. വാച്ച് ടവറിൽ നുഴഞ്ഞു കയറിയ ഹമാസ് പോരാളികൾ ചെക്ക് പോയിന്റിൽ വിശ്രമിക്കുകയായിരുന്ന സൈനികനെ വെടിവെക്കുകയായിരുന്നു. ഏതാനും മിനിറ്റുകൾ രൂക്ഷമായ പോരാട്ടത്തിന് പ്രദേശം സാക്ഷ്യം വഹിച്ചു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചുവന്ന പോരാളികളെ നേരിടാൻ ഇസ്രായേൽ സൈന്യം ഏറെ പണിപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഈ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുണ്ട്. തയാസിർ ചെക്ക് പോയിന്റിൽ നേരത്തെയും പലസ്തീൻ പോരാളികളും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പരിക്കേറ്റ സൈനികർ ഈ അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട റിസർവ് സൈന്യമാണെന്ന് ഇസ്രായേൽ പത്രമായ മരിബ് റിപ്പോർട്ട് ചെയ്തു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളും ആക്രമണങ്ങളും ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ ആക്രമണത്തോടെ ഇസ്രായേൽ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ അവസാനിപ്പിക്കുമെന്ന് ഹമാസ് കരുതുന്നില്ലെന്നും അതിനാൽ ഇതുപോലുള്ള മിന്നലാക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഹമാസ് വക്താവ് പറഞ്ഞു.